അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മെഡീവൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ചർച്ച ചെയ്യാനുള്ളത് യൂറോപ്പ് ഇൻ മെഡീവൽ ടൈംസ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു റോമൻ എംപയറിനെ കുറിച്ച്. റോമൻ എംപയർ രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും. അതിൽ എന്താണ് ഈ ഈസ്റ്റേൺ ഭാഗം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള രാജാവിൻ്റെ കീഴിൽ പിൽക്കാലത്ത് തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിളായി അറിയപ്പെട്ട സ്ഥലം, അതായിരുന്നു അവരുടെ ഭരണകേന്ദ്രം, ഭരണശിരാകേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഭരണശിരാ കേന്ദ്രം എന്ന് അറിയപ്പെട്ടിരുന്നതൊക്കെ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മിഡിൽ ഏജ് എന്ന് കാണാം. മിഡിൽ ഏജസ് എന്ത് ചെയ്തിരുന്നു? ഈ മെഡീവൽ പീരീഡ് അറിയപ്പെട്ടിരുന്നു. മെഡീവൽ പീരീഡ് വാസ് നോട്ട് നെസസറി എ ഡാർക്ക് പീരീഡ്. ചില ആളുകളൊക്കെ മെഡീവൽ പീരീഡിനെ, അതായത് ആൻഷ്യൻ്റ് പീരീഡ് കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ എന്താണ് ഡാർക്ക് പീരീഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഫോർ ദി ഇസ്ലാമിക് വേൾഡ് ഇറ്റ് വാസ് എ പീരീഡ് വെൻ സിവിലൈസേഷൻ ഫ്ലവേർഡ് ആൻഡ് റീച്ച്ഡ് ദി ഹൈറ്റ് ഓഫ് ഇറ്റ്സ് ഗ്ലോറി. ഇപ്പം എന്താണ് ഇസ്ലാമിക് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് ഒരു വളരെ വലിയ ഒരു നാഗരികത, ഇസ്ലാമിക നാഗരികത ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള, പുഷ്പിച്ചിട്ടുള്ള ഒരു കാലയളവാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്ന കാലയളവ്. യഥാർത്ഥത്തിൽ ഇസ്ലാം കടന്നു വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ ഒരു കാലഘട്ടത്തിലാണ് യൂറോപ്യൻസിൽ, അല്ലെങ്കിൽ യൂറോപ്പ് എന്ന രാജ്യത്ത്, യൂറോപ്പ് എന്ന ഈ ഭൂഖണ്ഡത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഒരു ജീവിതത്തിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് മെഡീവൽ പീരീഡിലാണ്. ആൻഷ്യൻ പീരീഡിൽ അവരെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഡെവലപ്ഡ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലേണിംഗ് ആൻഡ് ന്യൂ മോഡ്സ് ഓഫ് തോട്ട് ആൻഡ് റീച്ച്ഡ് വെരി ഹൈ സ്റ്റാൻഡേർഡ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ഈ ഒരു കാലയളവിൽ എന്ത് ചെയ്തു? ലിറ്ററേച്ചർ, ആർട്ടിലൊക്കെ യൂറോപ്പിൽ വളരെ വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് സബ്ബട്ടിങ് ആയിട്ട് പറയാനുള്ളതാണ് ഡീക്ലൈൻ ഓഫ് റോമൻ എംപയർ. റോമൻ എംപയർ എങ്ങനെയാണ് തകർന്നത്? ദി റോമൻ എംപയർ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ ദി ഈസ്റ്റ് ഫോർ ആൾമോസ്റ്റ് 1000 years ആഫ്റ്റർ ഇറ്റ് ഹാഡ് കൊളാപ്സ്ഡ് ഇൻ വെസ്റ്റ്. വെസ്റ്റിലുള്ള റോമൻ എംപയർ തകർന്നതിന് ശേഷവും ആയിരങ്ങളോളം വർഷങ്ങൾ ഈസ്റ്റിലുള്ള എന്ന ബൈസന്റൈൻ റോമൻ എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്? നിലനിന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ രാജാക്കന്മാർ അത്രയും സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ റോമൻ എംപയർ ഇൻ ദി വെസ്റ്റ് കെയിം ടു ആൻ എൻഡ് ഫോളോവിങ് അറ്റാക്സ് ബൈ വാരിയസ് ജർമ്മനിക് ട്രൈബ് ലൈക്ക് ഗോത്സ്, വാൻഡാൽസ്, വിസിഗോത്സ് ആൻഡ് ഫ്രാങ്ക്സ്. നമുക്കറിയാം ഫ്രാങ്ക്സ്, വിസിഗോത്സ്, വാൻഡാൽസ്, അതുപോലെ തന്നെ ഗോത്സ്. ഈ ജർമ്മൻ ട്രൈബുകൾ കാരണം കൊണ്ട് ഈ ജർമ്മൻ ട്രൈബുകളുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളൊക്കെ കാരണം അന്ന് വെസ്റ്റിലുണ്ടായിരുന്ന, അതായത് യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക് പരന്നു കടന്നിരുന്ന റോമൻ എംപയർ തകർക്കപ്പെട്ടു. അതൊരു അവസാനത്തിലേക്ക് വന്നു ഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ പിന്നീടാണ് ഈ ജർമ്മൻ ഈ ട്രൈബുകളെ കാരണത്താൽ പിന്നീട് ജർമ്മനിയിൽ വലിയൊരു നവാധ്വാനത്തിന് ചെയ്യുന്നത് തുടക്കം കുറിക്കുന്നത്. ആഫ്റ്റർ ഓവർത്രോണിങ് ദി റോമൻ എംപറർ ഇൻ ദി വെസ്റ്റ് ഇൻ 476 AD, ദീസ് ഇൻവൈഡേഴ്സ് എസ്റ്റാബ്ലിഷ് സെപ്പറേറ്റ് സക്സസർ ട്രേസ്. അപ്പോൾ എന്താണ് ഈ റോമൻ എംപയറിനെ അവിടെ നിന്ന് തുറച്ചെറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ ട്രൈബുകൾ എന്ത് ചെയ്യാണ്? അവിടെ അധികാരം സ്ഥാപിക്കുകയാണ്. ഭയങ്കരമായ അധികാരം, അതായത് കാർഷിക മേഖലയിലേക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒരു വലിയ മിലിറ്ററി സെറ്റപ്പൊക്കെ നിർമ്മിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്? അവിടെ അധികാരം സ്ഥാപിക്കുകയാണ്. റോമൻ ആൻഡ് ജർമ്മനിക് സൊസൈറ്റീസ് കെയിം ഇൻ ടു ക്ലോസ് കോണ്ടാക്ട് ആൻഡ് മെർജ്ഡ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ എന്ത് ചെയ്യണു? റോമനെ തകർത്ത് കഴിഞ്ഞാലും റോമൻ സാമ്രാജ്യത്തിൽ വിശ്വസിച്ചു പോന്നിരുന്ന ആളുകൾ, രാജാക്കന്മാർ, രാജകുടുംബങ്ങൾ എല്ലാവരും ഉണ്ടാവും. അതുപോലെ തന്നെ ജർമ്മൻ ട്രൈബ്സ് മറ്റൊരു ഭാഗത്തും. ഇവർ രണ്ടുപേരും മെർജായി. ഇവർ എന്ത് ചെയ്തു? സുൽഹിന് തയ്യാറായി, ട്രീറ്റിക്ക് തയ്യാറായി ഈ ജർമ്മൻ ട്രൈബ്സിൻ്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളൊരു ഉടമ്പടിയിലേക്ക് എത്തുകയും അങ്ങനെ ഇവർ പരസ്പരം എന്ത് ചെയ്തു? ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു ക്ലോസ് കോണ്ടാക്റ്റ്, ഈ ഒരു ബന്ധം എന്ത് ചെയ്തു? അവർക്കൊരുപാട് വികസനങ്ങൾ കൊടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് സൊസൈറ്റി വാസ് ഫ്യൂഡലിസം. നമുക്കറിയാം, യൂറോപ്പിൻ്റെ മെഡീവൽ പീരീഡിലുള്ള ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്യൂഡലിസം എന്നുള്ളത്, ഫ്യൂഡൽ സമ്പ്രദായം.
അങ്ങനെ ഈ ജർമ്മനിക് ട്രൈബ്സിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള റോമൻ ആളുകളുടെയും റോമൻസിൻ്റെയും ക്ലോസ് കോണ്ടാക്റ്റ് എന്ന് ഉയർന്നു വന്നതാണ് ഫ്യൂഡലിസം എന്നുള്ള സംഭവം. ഇറ്റ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് ഓർഗനൈസേഷൻ. ഈ സമുദായത്തിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ തുടങ്ങി ഈ ഫ്യൂഡലിസം എന്നുള്ള ഈ ചിന്താഗതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീക്ലൈൻ ഓഫ് റോമൻ എംപയർ പുതിയൊരു കൾച്ചറിന് യൂറോപ്യൻ ഭാഗത്ത് പുതിയൊരു കൾച്ചറിന് തുടക്കമിട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. അടുത്തതാണ് എന്ത്? ഫ്യൂഡലിസം. എങ്ങനെയായിരുന്നു ഫ്യൂഡലിസം? പൊളിറ്റിക്കൽ, മിലിറ്ററി ആൻഡ് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സുകൾ, ഇതിൻ്റെയൊക്കെ ഈ ഒരു തലങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഫ്യൂഡലിസത്തിൻ്റെ. സക്സസർ സ്റ്റേറ്റ്സ് ഓഫ് ജർമനിക് പീപ്പിൾ ഇൻ ദി വേഴ്സ് മാനേജ്ഡ് ടു റിസ്റ്റോർ പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ഓഫ് ദി കൊളാപ്സ് ഓഫ് റോമൻ എംപയർ. അപ്പോൾ റോമൻ എംപയറിൻ്റെ ഈ ഒരു തകർച്ചയ്ക്ക് ശേഷം ജർമ്മനിക് ട്രൈബുകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളിൽ ഒരു പുതിയൊരു വിപ്ലവത്തിന് നാന്ദി കുറിക്കാൻ പോവുകയാണ്. ക്രിയേറ്റ് എ സീസബിൾ എംപയർ അണ്ടർ ഫേമസ് കിങ് ചാർലമാഗ്നെ. ഈ ചാർലമാഗ്നെ എന്നുള്ള രാജാവിൻ്റെ കീഴിൽ എന്ത് ചെയ്യാണ്, ഒരു എംപയർ സ്ഥാപിക്കുകയാണ് ജർമ്മനിക് ട്രൈബുകൾ. അപ്പോൾ എന്താണ് ഇനി ഫ്യൂഡലിസം എന്താണെന്നാണ് വ്യക്തമാക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു ക്ലോസ് ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലാഡർ, ഒരു കോണിയെ ഞങ്ങൾ സങ്കല്പിക്കുക. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ കിങ് ഉണ്ടാവും, രാജാവ്. അതിന് ഏറ്റവും അടിയിൽ തൊട്ടടുത്തുള്ള സ്റ്റെപ്പിൽ ഡ്യൂക്സ് ആൻഡ് ഏൾസ് അവരാണ് ഉണ്ടാവുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബാരൻസ്, നാലാമത്തേൽ നൈറ്റ്സ്. ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഈ ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് ഏറ്റവും ലോഡ് എന്നറിയപ്പെടുന്ന ദൈവം എന്നറിയപ്പെടുന്ന ആൾ. അവരുടെ അടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഡ്യൂക്സും ഏൺസും ഒക്കെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ പരസ്പരം ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കും, ഭയങ്കര ബന്ധമായിരിക്കും ഇവർ തമ്മിൽ. ഈ രാജാക്കന്മാർ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ ഒക്കെ തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കും. അതിൻ്റെ അടിയിലാണ് ബാരൻസും പിന്നെ മിലിറ്ററികൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ് പ്രൊട്ടക്ഷൻ, ഇവരെ പാരമ്യ ഏറ്റവും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് ഇവരുടെ സംരക്ഷണമാണ്. ഈ ലോഡുകൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകളൊക്കെ സംരക്ഷിക്കുക. ഓഫ് വെസൽ ബൈ ദി ലോഡ്. ഇവരൊക്കെ എന്ത് ചെയ്യും, വെസലായിരിക്കും. വെസൽ എന്ന് പറഞ്ഞാൽ ലോഡ് എന്താണോ പറയുന്നത് അത് അതേപോലെ അനുസരിക്കുന്ന ആളുകളായി മാറുക എന്നുള്ളതാണ് ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഒരു പാരമ്യതയിലുള്ളൊരു കാര്യം. പെർഫോമൻസ് ഓഫ് സർവീസ് ബൈ വെസൽ സച്ച് ആസ് മിലിറ്ററി സർവീസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലോഡിൻ്റെ കീഴിലുള്ള ഈ ആളുകൾ എന്ത് ചെയ്യും, ലോഡ് എന്താണോ പറയുന്നത് അതെന്ത് ചെയ്യും, അതേപോലെ അനുസരിച്ച് ലോഡിന് വേണ്ടി മിലിറ്ററി സർവീസ് പോലുള്ള, അതായത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവറാണ് എന്ത്, ആ രാജ്യത്തിൻ്റെ സൈനിക ബലം. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഈ ലോഡിൻ്റെ കീഴിൽ സൈനികരായിട്ട് എന്ത് ചെയ്യും, ഒരുമിച്ച് കൂടും. എന്നിട്ട് ഈ ലോഡിൻ്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ദൈവത്തിന് സർവീസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മിലിറ്ററിയിലേക്ക് ചേർന്നിട്ടായിരിക്കും, സൈന്യത്തിലേക്ക് ചേർന്നിട്ട്. അപ്പം എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ട്രൈബുകൾ ഉണ്ടാവും. ആ ട്രൈബിലൊക്കെ അങ്ങനെ ലോഡുകാരുണ്ടാവും. ആ ലോഡുകൾക്ക് കീഴിലൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് വലിയൊരു സൈനിക വ്യൂഹം തന്നെ രൂപപ്പെടും. ഇൻ ഹിസ് ടേൺ ദി ലോഡ് വാസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് എ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു ദാനം. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ദൈവം ഈ ലോഡ് എന്ത് ചെയ്യും, ഒരു ഗ്രാൻഡ് കൊടുക്കും, ഒരു ശമ്പളം കൊടുക്കും. യൂഷ്വലി ഇൻ ദി ഫോം ഓഫ് ലാൻഡ്. അപ്പം ഈ ലോഡ് കൊടുക്കൽ ഭൂമികളായിരിക്കും ഗ്രാൻഡായിട്ട് കൊടുക്കുക. ഫോർ ദി സസ്റ്റനൻസ് ഓഫ് ദി ഫീഫ്. ഈ ഫീഫുകളുടെ ഈ ആളുകളുടെ അല്ലെങ്കിൽ ഈ മിലിറ്ററി സർവ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൃഷി ചെയ്യാനൊക്കെ ഭൂമികൾ കൊടുക്കും. അപ്പോൾ ഈ മിലിറ്ററി സർവീസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉയർച്ചയിലെ അവർക്ക് കുറേ ഭൂമികളൊക്കെ ഉണ്ടാവും. അതേപോലെ ഈ ലോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, കർഷകരായ ആളുകൾക്ക് കൊടുക്കുന്ന ഭൂമി വേറെ ഉണ്ടാവും. അപ്പോൾ ഈ കർഷകരായ ആളുകൾ എന്ത് ചെയ്യും, എന്നിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ജോലി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ഓക്കെ. ഫ്രം വിച്ച് വേർഡ് ഫ്യൂഡലിസം ഈസ് ഡിറൈവേഡ്. ഈ ഫീഫ് അല്ലെങ്കിൽ ഫീഫ്ഡം, ഇതിന് ഫീഫ്ഡം എന്നാണ് പറയുക. അതായത് എന്ത് ചെയ്യും, ഈ ഇങ്ങനെ ഭൂമികൾ എന്ത് ചെയ്യും, ഈ ലോഡുകൾ മിലിറ്ററികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ പെസൻസിന് കൊടുക്കുക, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്, കർഷകരായ ആളുകൾക്ക് വെറും കൊടുക്കുന്നത് എന്ത് മാത്രമായിരിക്കും, കൃഷി ചെയ്യാനുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും. കൃഷി ചെയ്യാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ ആ കൃഷി ചെയ്തിട്ട് ആ കൃഷി ചെയ്യുന്നതിൻ്റെ വാടക ഈ ലോഡിന് കൊടുക്കണം. പിന്നെ
അതിൽ കൃഷി ചെയ്യുന്ന സംഭവങ്ങളിൽ കുറച്ച് ലാഭം എന്ത് ചെയ്യാം, പെസൻസിന് എടുക്കാമെന്ന് മാത്രം. പെസൻസിന് ഭയങ്കര കഷ്ടപ്പാടാണ് കർഷകർക്ക് അന്ന്. മനസ്സിലായോ? അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രൂപം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഏറ്റവും സെൻട്രലാണ് മാനർ, ശേഷം വരാനുണ്ട് മാനർ എന്ന് പറയും. അതായത് ഈ ലോഡിൻ്റെ വസതിക്കാണ് മാനർ എന്ന് പറയുക. ആ മാനറാണ് ഈ ലാൻഡ് ലോഡിൻ്റെ സെൻട്രലാണ് ലോഡിൻ്റെ വീടുണ്ടാവുക, ആ ഭൂമീൻ്റെ. അതിൻ്റെ ഒരു ഭാഗത്ത് കർഷകർക്ക് എന്തായിരിക്കും, 3 ഭാഗങ്ങളായി തിരിച്ചിട്ട് ഒരു ഭാഗത്ത് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഭാഗമായിരിക്കും, ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്രാൻഡായി കൊടുത്തതായിരിക്കും, മറ്റൊരു ഭാഗത്ത് രാജാവിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എടുക്കുന്നതുമായിരിക്കും. ദീസ് പെസൻസ് ഹാഡ് നോ ലാൻഡ് ഓഫ് ദെയർ ഓൺ. ഈ കർഷകർക്ക് അവരുടെ സ്വന്തം ഭൂമി ഉണ്ടായിരുന്നില്ല. നോ ഇംപ്ലിമെൻറ്റ്സ്, അതായത് ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊന്നും കൊടുക്കുകയില്ല. ആൻഡ് കുഡ് നോട്ട് അഫോർഡ് ടു ബൈ സീഡ്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അവർക്ക് സീഡുകൾ വിത്തുകൾ വാങ്ങാനൊന്നും കഴിയില്ല, അവർക്ക് ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ അതും രാജാക്കന്മാർ കൊടുത്തിട്ട് അതിലൊന്ന് ചെയ്തിട്ട് അതിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുക, ഫുഡ് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രാജാവിൻ്റെ വസതിക്ക് പറയുന്ന പേരാണ് മാനർ. ആ മാനർ എന്താണ്, ഏറ്റവും സെൻട്രലാണ്, ആ ഭൂമിൻ്റെ സെൻട്രലാണ് ഉണ്ടാവുക അവരുടെ പറമ്പിൻ്റെ. സെർഫ്സ് എന്ന് പറഞ്ഞാൽ പെസൻസിന് പറയുന്ന പേരാണ്. അതായത് സെർഫ്സ് എന്ന് പറഞ്ഞാൽ പെസൻസ് മാത്രമല്ല, ഈ രാജാവിൻ്റെ കീഴിൽ കർഷകരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് സെർഫ്സ് എന്ന് പറയുക. ദി സെർഫ്സ് ആൾസോ ഹാഡ് ടു പേ സം ഡ്യൂസ് ഓർ ടാക്സസ്. ഈ സെർഫ്സ് എന്ത് ചെയ്യണം, രാജാക്കന്മാർക്ക് ടാക്സ് കൊടുക്കണം. കാരണം കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ടാക്സ് എന്ത് ചെയ്യണം, കൃഷി ചെയ്തിട്ട് കിട്ടുന്നത് മൊത്തമായിട്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല. അവർക്ക് ആ മൊത്തമായിട്ട് എടുക്കുന്നതിൽ നിന്നും ടാക്സ് കൊടുക്കൽ നിർബന്ധമായിരുന്നു. ആൾമോസ്റ്റ് ആൾ ആർട്ടിക്കിൾസ് ഓഫ് എവരിഡേ യൂസ് വെർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് ഓൺ ഇറ്റ്. ഫോർ ദിസ് ദർ വെർ വാരിയസ് ഫെസിലിറ്റീസ് ലൈക്ക് സ്മിതീസ് ഫോർ ടേണിംഗ് ഔട്ട് അയൺ ഒബ്ജക്റ്റ്, ഫ്ലോർ മിൽസ് ഫോർ ഗ്രൈൻഡിങ് വീറ്റ്സ്, കോണ്, ovens for baking bread, wine presses for making wine from grapes, and various workshops for making products of everyday use. അപ്പോൾ എന്താണ് ഈ ഒരു മാനർ? അപ്പോൾ ഈ രാജാവിൻ്റെ ഒരു പറമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രാജാവിൻ്റെ ആ ഒരു പ്രദേശത്ത് ഒരുപാട് കർഷകരുണ്ടാവും, ഒരുപാട് മിലിറ്ററിക്കാരുണ്ടാവും, മിലിറ്ററിക്കാരെ ഗ്രാൻഡ് കൊടുത്ത ഭൂമികളിലൊക്കെ ഓരോ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പുറത്ത് പെസൻസ് ഉണ്ടാവും, ഇപ്പുറത്ത് എന്താണ് ഒരുപാട് ഓവൻ, അതായത് കള്ളുണ്ടാക്കുന്ന സ്ഥലം, കൃഷി അവിടുന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അതാണ് ഈ പറയുന്നത്. ഗ്രൈൻഡിങ് വീറ്റ് ഗ്രൈൻഡ് ചെയ്യുന്ന മില്ല്, ഫ്ലോർ മില്ലുകൾ, ഓവൻസ്, അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കുന്ന പ്രസ്സുകൾ, അതൊക്കെ എന്ത് ചെയ്യും, ഈ മറ്റൊരു ഭൂമി പറഞ്ഞില്ലേ, രാജാവിൻ്റെ സ്വന്തം ഭൂമി, ആ സ്ഥലത്ത് ഇവരൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പ്രദേശത്ത് നിന്ന് ഉണ്ടാക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ, ആ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും, ഉണ്ടാക്കപ്പെടും. ഓക്കെ, അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആവശ്യ സാധനങ്ങളൊക്കെ അവർ നാട്ടിൽ നിന്ന്, ഈവൻ കള്ള് വരെ എന്ത് ചെയ്യും, അവരുടെ സ്വന്തം പറമ്പിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം പറമ്പല്ല, സ്വന്തം ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ആ ഒരു മാനറിൻ്റെ കീഴിൽ, ആ ലോഡിൻ്റെ കീഴിൽ അവർക്ക് നൽകപ്പെടും. മനസ്സിലായോ? ഇതാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചേഞ്ചസ് ഇൻ ഫ്യൂഡൽ എക്കണോമി അങ്ങനെ കാലം കഴിഞ്ഞു. അങ്ങനെ 10 to 12 കാലയളവിലാണ്, നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ 13-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾക്ക് എന്ത് ചെയ്യാണ്, ചേഞ്ചസ് ഇൻ ഫ്യൂഡൽ എക്കണോമി, പ്രോസ്പെരിറ്റി ആൻഡ് ക്രൈസിസ് ഇൻ മിഡേവൽ യൂറോപ്പ്. ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഫ്യൂഡൽ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഇങ്ങനെ ഈ ലോഡിൻ്റെ കീഴിൽ മാനറുകളായിട്ടും അതുപോലെ തന്നെ മിലിറ്ററി സർവീസ്, പെസൻസിൻ്റെ കീഴൊരവസ്ഥ, ഈ ഒരു ചുറ്റുപാട് എന്ത് ചെയ്യാണ്, മാറ്റം വരികയാണ്. ദി ഫ്യൂഡൽ സിസ്റ്റം വാസ് നോട്ട് എ സ്റ്റാറ്റിക് സിസ്റ്റം. ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരു ഗവൺമെൻറ് സ്റ്റേറ്റ് എന്നുള്ള രൂപമല്ലായിരുന്നു. അവിടെ ലോഡിനെല്ലാവരും പരിഗണിക്കുക, ആരാധിക്കുക, അങ്ങനത്തെ ഒരു ഇതിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേറ്റിക് സിസ്റ്റം അല്ല. ഇറ്റ് വിറ്റ്നസ്ഡ് സവറൽ ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആൻഡ് ഫ്യൂഡൽ എക്കണോമി അണ്ടർവെന്റ് എ പാറ്റേൺ ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് ക്രൈസിസ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഫ്യൂഡൽ എക്കണോമി, ഈ ഫ്യൂഡൽ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്തു, ഒരുപാട് വളർച്ചക്കും അതുപോലെ തന്നെ ഒരുപാട് തകർച്ചക്കും കാരണമായി. ദീസ് കണ്ടീഷൻ ലാസ്റ്റഡ് ടിൽ അബൌട്ട് 10th century AD വരെ എന്ത് ചെയ്തു, ഇത് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. അങ്ങനെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിന് എന്ത് ചെയ്തു, ഒരുപാട്, അതായത് മനുഷ്യന്മാരെ ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്തു, മെഷീനുകൾ, കുറച്ച് ടെക്നിക്കുകളൊക്കെ അങ്ങനെ കണ്ടെത്തപ്പെടാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ആളുകൾക്ക് ആൾബലം പിന്നെ ആവശ്യമില്ലാണ്ട്
എന്താണ് ടെക്നോളജിയിലേക്ക് ഇങ്ങനെ ചെറിയ ടെക്നോളജി കേട്ടോ, ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജി നമ്മൾ ചിന്തിക്കരുത്, അന്നത്തെ ചെറിയ ടെക്നിക്കുകളൊക്കെ എന്ത് ചെയ്തു ഉയർന്നു വരാൻ തുടങ്ങി. എ ന്യൂ പ്ലഫ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ പുതിയൊരു പ്ലഫ് എന്ത് ചെയ്തു ഈ കാലത്ത് കൊണ്ടുവരപ്പെട്ടു. ഈ പുതിയ പ്ലഫ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ. അതുവരെ എന്ത് ചെയ്യുക, ഉഴുതുമറിക്കാൻ പറ്റാത്ത ഒരുപാട് ഭൂമികൾക്ക് ഉഴുതുമറിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കൃഷിയോഗ്യമല്ലാത്ത ഭൂമികളിൽ കൃഷി ഇറക്കാൻ കഴിയും. ഇതൊക്കെ ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണായിട്ട് ഇതിലൊക്കെ കൃഷി ഇറക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കായി മാറും. അങ്ങനെ എന്ത് ചെയ്തു, അതുവരെ ഉണ്ടായിരുന്ന അവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയിലല്ലാതെയും കൃഷി ചെയ്യാനുള്ള സാധ്യതകൾ അവർക്ക് കണ്ടെത്തി. അങ്ങനെ അവരിൽ എന്ത് ചെയ്തു, ആ ഒരു കാരണത്താൽ സാമ്പത്തിക വ്യവസ്ഥയിലും അതുപോലെ തന്നെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളിലൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട് പുരോഗതി എന്ന് പറഞ്ഞാൽ സ്വാഭാവിക കൃഷി കൂടുന്ന സമയത്ത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥ, അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്ത് ചെയ്യും, അധികരിക്കും. അങ്ങനെ അഗ്രികൾച്ചറൽ വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ 3 ഫീൽഡ് സിസ്റ്റം. 3 ഫീൽഡ് സിസ്റ്റം എന്നുള്ള ഒരു മെത്തേഡ്, ഒരു പുതിയ സിസ്റ്റം ചെയ്തു അങ്ങനെ അവിടെ കൊണ്ടുവരപ്പെട്ടു. ഇൻ വിച്ച് 1/3 ഓഫ് ദി ലാൻഡ് വാസ് ലെഫ്റ്റ് ഫാലോ. 1/3 എന്ത് ചെയ്തു, ഫാലോ ആയിരുന്നു. അപ്പോൾ 3-ൽ വേറെ ഒരു ഭാഗം ഫാലോ, ഒരു ഭാഗം എന്ത് ചെയ്തു യൂസ്ഡ് ഫോർ കൾട്ടിവേറ്റിംഗ് ഓട്ടം ക്രോപ്പ്. ഈ ഓട്ടം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം ധാന്യമാണ്. ആ ധാന്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്തു ഒരു ഇത് ഒഴിവാക്കിയിട്ടു. അങ്ങനെ 1/3 ഫോർ സ്പ്രിംഗ് ക്രോപ്പ്. ഒന്നെന്താണ് സ്പ്രിംഗ് ക്രോപ്പ്, ഓട്ടം ക്രോപ്പ്. സ്പ്രിംഗ് ക്രോപ്പ് പറഞ്ഞാൽ ഒന്ന് ഓട്ടം കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന ക്രോപ്പ് എന്താണ് ധാന്യങ്ങൾ. മറ്റൊന്നാണ് സ്പ്രിംഗ്, വസന്തകാലത്ത് എന്ത് ചെയ്യുക കൃഷി ചെയ്യുന്ന ഒരു ക്രോപ്പിനാണ് സ്പ്രിംഗ് ക്രോപ്പ് എന്ന് പറയുക. അങ്ങനെ 2 കാലഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്തു കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവില്ല, ക്ഷാമം അനുഭവപ്പെടില്ല. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് മാറ്റങ്ങൾ. പ്രധാന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്ലഫ് കണ്ടെത്തി, അതുപോലെ തന്നെ ഈ 3 ഫീൽഡ് സിസ്റ്റം, അതുപോലെ പിന്നെന്താണ്, പിന്നെ ചെറിയ എന്താണ് ഈ അഗ്രികൾച്ചറൽ ടെക്നിക്സുകളുള്ള മാറ്റങ്ങൾ. ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള ഫ്യൂഡൽ എക്കണോമിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ്, ഇത് കൂടാൻ കാരണമാക്കിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദി ട്രേഡ് എന്ത് ചെയ്തു, റേഞ്ച്ഡ് ഫ്രം സ്മാൾ ട്രേഡ് അറ്റ് ലോക്കൽ മാർക്കറ്റ്സ് വെർ പ്രസൻറ്റ് സോൾഡ് ദെയർ എക്സസ് ഗ്രെയിൻ ഓർ എഗ്സ് ആൻഡ് ബ്രോട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് പ്രോഡക്റ്റിലേക്ക് ബൈ ആൻഡ് കോട്ടൺ. അതായത് ഒരു നാട്ടിൽ എന്ത് ചെയ്തു, എഗ്ഗ് ഗ്രെയിനൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്തു പുറത്തുനിന്ന് പോലെ കോട്ടന്, അതുപോലെ തന്നെ വൈന് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല കച്ചവടം ഉണ്ടാക്കുന്ന, നല്ല സാമ്പത്തിക ശക്തി കൂട്ടുന്ന സാധനങ്ങളായിരുന്നു കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ. അതായത് അതുകൊണ്ട് എന്ത് ചെയ്യും, ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നന്നായി വില ആയിട്ട് വിൽക്കപ്പെട്ടിരുന്നു എന്നർത്ഥം. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓൺ റോഡ് ബിൽഡിംഗ് ഹെൽപ്ഡ് റോഡ് ട്രാൻസ്പോർട്ട്. അങ്ങനെ എന്ത് ചെയ്തു, റോഡുകളൊക്കെ നിർമ്മിക്കപ്പെടാൻ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ എന്ത് ചെയ്തു, റോഡ് ട്രാൻസ്പോർട്ട് അവർക്ക് സാധ്യമാക്കി കൊടുത്തു. പിന്നെ റിവേഴ്സ് ആൻഡ് സീ റൂട്ട്സ് വർ ആൾസോ യൂസ്ഡ് ഫോർ ട്രേഡ്. അന്നത്തെ കാലത്ത് കപ്പലുകളിൽ കൂടെ എന്ത് ചെയ്തു, കടൽ മാർഗ്ഗമുള്ള യാത്രയും സാധ്യമാക്കപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. അതും എന്ത് ചെയ്തു, അവർക്ക് ട്രാൻസ്പോർട്ടിന് ഒരു വലിയ സഹായമായി മാറി. ദി പീരീഡ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി റിസൾട്ട് ഇൻ എ റൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇത് ചെയ്തു, നല്ല സാമ്പത്തികമായിട്ട് ഗ്രോത്ത് ഉണ്ടായി, അഗ്രികൾച്ചറിൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ജനങ്ങൾക്കിടയിലൊക്കെ ഒരു ഐശ്വര്യതയും ഒരു പ്രോസ്പെരിറ്റി, ഒരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ആ അഭിവൃദ്ധി കാരണം പോപ്പുലേഷനിലുള്ള വർധനവും എന്ത് ചെയ്തു വന്നു, ജനങ്ങളിലും എന്ത് ചെയ്തു വർദ്ധിച്ചു വന്നു ഈ ഒരു നാടുകളിലൊക്കെ. അങ്ങനെ ദി റിഡക്ഷൻ ഇൻ ലേബർ സർവീസസ് ആൻഡ് ടെക്നോളജിക്കൽ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചറൽ ടുഗദർ വിത്ത് അതർ ഫാക്ടേഴ്സ്. അങ്ങനെ എന്ത് ചെയ്തു, പുറത്തുനിന്നുള്ള കോട്ടൺ, വൈൻ ഇങ്ങനത്തെ സംഭവങ്ങളുടെ വരവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ കൃഷി മെല്ലെ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, അത് വീണ്ടും തിരിച്ചടിയായി മാറുകയാണ്, ഒരു ക്രൈസിസ് ആയിട്ട് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഇൻ അഗ്രികൾച്ചർ ടുഗദർ വിത്ത് അതർ ഫാക്ടേഴ്സ് ബ്രോഡ് ഡൗൺ അഗ്രികൾച്ചറൽ yield വെരി ഷാർപ്ലി. മറ്റുള്ളവരിലേക്കുള്ള ശ്രദ്ധ എന്ത് ചെയ്തു, ഈ കൃഷിയിലുള്ള ശ്രദ്ധ, അവരുടെ ഒറിജിനൽ എന്താ പറയുക വരുമാനമായ കൃഷിയിൽ എന്ത് ചെയ്തു ചെറിയ മാറ്റങ്ങളൊക്കെ, ചെറിയ തോതിലുള്ള ക്രൈസിസൊക്കെ വരുത്താൻ തുടങ്ങി. ഫുഡ് ഷോർട്ടേജ്. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഫുഡ് കുറഞ്ഞു, ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. പിന്നെ ഫെമിനിസ്, ക്ഷാമങ്ങൾ ഉണ്ടായി. എപ്പിഡമിക്സ് ഓൺ പ്ലാഗ് ബ്രോക്കൺ ഔട്ട്. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്ലാഗ് പിടിപെടുന്നത്. അപ്പോൾ പ്ലാഗ് പിടിപെടുമ്പോൾ കർഷകർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, അപ്പോൾ കൃഷിപ്പണി നടക്കില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്തു, ക്ഷാമങ്ങളും ക്രൈസിസും വരാൻ തുടങ്ങി. അപ്പോൾ പ്ലാഗ് എന്നുള്ളൊരു എന്താണ് പകർച്ചവ്യാധി പടരുകയും ചെയ്തു. An overall decline in agricultural economy, whereas there was growth of money economy, urban centers are
ട്രൈഡ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ഡീക്ലൈൻ അഗ്രികൾച്ചറിൽ നിന്നുള്ള ഈ ഫ്യൂഡൽ സംവിധാനത്തിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ക്രൈസിസിലേക്ക്, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, സാമ്പത്തിക മണി എക്കണോമി, അതായത് പൈസ രൂപത്തിലുള്ള സമ്പത്ത് എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. അഗ്രികൾച്ചർ എക്കണോമി പറ്റ തകർന്നു പോയി ഈ എല്ലാ ആൾക്കാർക്കൊക്കെ ഇത് വന്നപ്പോൾ. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ പ്രോസ്പെറസ് ടൈം ഫോർ ലേണിംഗ് ഓർ ആർട്സ്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് എന്താണ്, ഇങ്ങനത്തെ ഈ ഒരു ഫ്യൂഡൽ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ആർട്ട്, കലകൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഒരു കുറച്ച് ആളുകളെ, പിന്നെ പഠന മേഖലയിലൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ആയിരുന്നു. ലാറ്റിൻ ഭാഷയിലായിരുന്നു അവർ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത്. ദിസ് പീരീഡ് സോ വെരി ലിറ്റിൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊഡക്ഷൻ ഇൻ ദി ഏരിയ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ സാഹിത്യ വർക്കുകളൊക്കെ വളരെ കുറവായിരുന്നു ഈ ഒരു കാലയളവിൽ. ബിക്കോസ് ഓഫ് ലോ ലെവൽ ഓഫ് ലിറ്ററസി, അവർക്ക് സാക്ഷരത വളരെ കുറവായിരുന്നു. ഈ മിഡീവൽ പീരീഡിൽ യൂറോപ്പിലുണ്ടായിരുന്ന ആളുകൾ സാക്ഷരതയിൽ വളരെ കുറവായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കലയിൽ എടുത്തു പറയാനുണ്ടായിരുന്നത്, അല്ല വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ലിറ്ററസി വർക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മാനുസ്ക്രിപ്റ്റ് ഇല്ലുസ്ട്രേഷൻസ്, അതായത് ഈ കൊത്തുപണികളിലുണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റുകളായിട്ട് അവർ എഴുതി വെച്ചിരുന്ന ചില ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ ചിത്രീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്പ് സംബന്ധിയായിട്ട് നമുക്ക് പറയാനുള്ളത്, മെഡീവൽ പീരീഡുള്ള യൂറോപ്പ് പറയാനുള്ളത്. അടുത്തതിൽ നമുക്ക് പറയാനുള്ളത് അറബ് സിവിലൈസേഷനാണ് മെഡീവൽ പീരീഡിലുള്ള. ഇൻഷാ അല്ലാഹ്. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.